കൊറോണയുടെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു ട്രാഫിക് പോലീസുകാരനെ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ചൂടിൽ നമുക്ക് ഏതെങ്കിലും തണലത്തേക്ക് കയറി നിൽക്കാനായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രകൾ മുടങ്ങാതിരിക്കാൻ, നമ്മളെ ട്രാഫിക് മറ്റേ ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു വെയിലത്ത് നിന്നിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കുള്ള അത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല. ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ നിൽക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഒരു കൊറോണയുടെ സമയമാണെന്ന് വിചാരിക്കുക. കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുപോലെയല്ലോ. ഇപ്പോൾ കൊറോണ വരുമോയെന്ന് പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കുറേ ആൾക്കാരില്ലേ, അങ്ങനെ പേടിച്ച പോലീസുകാരും ഉണ്ടായിരിക്കില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അവർ അന്ന് പുറത്ത് നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ പോലും ഇവിടുത്തെ സിസ്റ്റം മൊത്തം റണ്ണായത്. അപ്പോൾ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഈ പോലീസ്, പട്ടാളം തുടങ്ങി. ആ സമയത്തും അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അവർ പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവും ആവുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ